Hello friends, എൻ്റെ പേര് അശ്വതി വിശാൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ 2021 വിഷൻ ബോർഡ് ഉണ്ടാക്കിയ ദിവസമാണ്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷൻസിനെ ഒരു ഫോട്ടോ ഫോർമാറ്റിൽ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ വെക്കുക എന്നതാണ് വിഷൻ ബോർഡിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ദ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം മാനിഫെസ്റ്റേഷന്റെ പവർ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മൾ ആവുന്നത്. ഞാൻ മാനിഫെസ്റ്റേഷൻസിൽ ലോ ഓഫ് അട്രാക്ഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വിഷൻ ബോർഡ് വീഡിയോ ഞാൻ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷൻ ആണ് ബ്രെയിൻ സ്ട്രോമിംഗ്. സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഫിസിക്കലി എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിൽ നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. മൂന്നാമത്തേതാണ് എന്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെ ഐഡിയാസ് ആണ് ഉള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ആദ്യത്തെ സ്റ്റെപ്പാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള വിഷൻസിനെ എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുക എന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു കാം ആയിട്ടുള്ളൊരു ലൊക്കേഷൻ, ടൈം, ആംബിയൻസ് ഉണ്ടാക്കുന്നത് നെസസറി ആണ്. റോസ്മെരി ഓയിലിന്റെ മിസ്റ്റ് ഞാൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ നെർവസ് സിസ്റ്റം കുറച്ചും കൂടി കാം ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അനോക്കിയുടെ പ്ലാനർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലൊരു പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇയർലി ഗോൾസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ ഈസി പ്രോംപ്റ്റ്സ് എഴുതിയിട്ടുണ്ട്. ടു അച്ചീവ്, ടു മിനിമൈസ്, ടു റെഡ്യൂസ്, ടു ഡെലിഗേറ്റ്, ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ വിഷൻ ഐഡിയാസ് ഇതിൽ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് സെന്റർ ഓഫ് ദ പേജിൽ ഇതിൽ എഴുതണ ഒരു ആദ്യത്തെ കാര്യമാണ് മീ. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വരച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് മീ. ഇനി എൻ്റെ സറൗണ്ടിങ് ആയിട്ട് എനിക്ക് മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഈ ബോക്സിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി വരുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം എഴുതണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഒരു കുട്ടിക്ക് നിങ്ങളൊരു പേജ് കൊടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം അതൊക്കെ എഴുതിക്കോ എന്ന് പറയുമ്പോൾ ആ ഒരു പേജിൽ ആ കുട്ടിക്ക് ഒന്നും ഒതുക്കാൻ പറ്റില്ല. ആ കുട്ടി ചിലപ്പോൾ 1 or 2 പേജൊക്കെ ചോദിക്കും. നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ഡ്രീംസിനെ ലിമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ നമ്മൾ കുട്ടികളെ പോലെ ചിന്തിച്ചിട്ട് നമ്മുടെ വിഷനിനെ എഴുതാം. നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയാസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇനി അത്യാവശ്യമുള്ളത് ഒരു ലാപ്ടോപ്പാണ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ്. അതിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് വിഷനിൽ വന്ന ഈ ഐഡിയാസ് ഗൂഗിൾ സെർച്ചിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇമേജസിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ കരിയർ കോളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു യോഗ ക്ലാസ് ഇൻ ദുബായ്. ഞാൻ യോഗ ക്ലാസ് എന്ന് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഇട്ട് കൊടുത്തപ്പോൾ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യോഗ ക്ലാസ്സസിൻ്റെ പിക്ചർ വന്നു. ഞാൻ ഇതിൽ നിന്ന് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തു എൻ്റെ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ഐഡിയാസിനെയും ഇൻസ്പയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇൻസ്പയറിംഗ് പിക്ചേഴ്സിൻ്റെ ഇനി എടുക്കേണ്ടതാണ് പ്രിൻ്റ് ഔട്ട്. പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് അനോക്കി എന്ന പ്ലാനർ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരോടും താങ്ക് യു സോ മച്ച്. നിങ്ങൾ അനോക്കിക്ക് വേണ്ടി പേ ചെയ്ത ആ പ്ലാനറിൻ്റെ അമൗണ്ടിൽ നിന്നിട്ട് എനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റി. ആ പ്രോഫിറ്റിൽ നിന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പ്രിൻ്റർ, ഈ എപ്സണിൻ്റെ പ്രിൻ്റർ.
ഇനി വരുന്നതാണ് സ്റ്റെപ്പ് 2. നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷൻ ബോർഡ് ഇൻ ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ആദ്യം പോയത് ഐക്കിയയിലാണ്. ഐക്കിയയിലെ ഒരു റോസ് പിങ്ക് കളർ ആയിട്ടുള്ളൊരു മെമ്മോ ബോർഡ് ഞാൻ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് സ്ക്രൂ വെച്ചിട്ട് ഡ്രിൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ റെന്റഡ് അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ പോയത് ഡൈസോയിലാണ്. ആദ്യം ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒരു കോർക്ക് ബോർഡാണ്. കോർക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈൻ കുപ്പിയുടെ മുകളിലുള്ള ഒരു കോർക്ക് ഉണ്ടാവില്ലേ, ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബോർഡാണ്. ഇതിൻ്റെ പ്രൈസ് ആയിരുന്നു 21 ദിറംസ്. അടുത്തൊരു ഓപ്ഷൻ ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറിൻ്റെ വയർ ബോർഡായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനൊരു ഡീസൻറ്റ് സൈസിന് ഒരു എമൗണ്ട് വന്നത് ഒരു 14 ദിറംസ് ആണ്. നിങ്ങളും എന്നെ പോലെ റെന്റഡ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഡ്ഹസീവ് ഹുക്സ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഈ ഒരു വയർ ബോർഡിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്ഹസീവ് ഹുക്ക് വാങ്ങിക്കുന്നത്. ഈ ഒരു 2 അഡ്ഹസീവ് ഹുക്കിന് വന്ന എമൗണ്ട് ആണ് 7 ദിറംസ്. ഇനി വേണ്ടതാണ് ക്ലിപ്സ്. നമ്മുടെ ഈ പിക്ചേഴ്സിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുറേ മെറ്റാലിക് ക്ലിപ്സും കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബ്ലാക്ക് മെറ്റൽ വയർ അല്ലേ, അപ്പോൾ ഈ ബ്ലാക്കിൻ്റെ കൂടെ വുഡൻ കളർ കുറച്ചും കൂടി ഭംഗിയായിട്ട് പോവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വുഡൻ ഹുക്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ വുഡൻ ഹുക്സിൻ്റെ പ്രൈസ് ആയിരുന്നു 7 ദിറംസ്. വിഷൻ ബോർഡിനെ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LED ലൈറ്റ്സ് നോക്കി. ഒരു 3 മീറ്റർ LED ലൈറ്റിന് 8 ദിറംസ് ആയിരുന്നു ഈ ഡൈസോ ഷോപ്പിൽ. വീട്ടിൽ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ലൈറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ആണ് 28 ദിറംസ്. ഈ വരുന്ന പാട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള പാട്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന പിക്ചേഴ്സ് കട്ടൗട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഗ്രിഡ് പാനലിൽ ക്ലിപ്പ് ചെയ്യാണ്. വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫൈനൽ വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്നെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID @ashwati.vishal. ഞാൻ എൻ്റെ ഫൈനൽ വിഷൻ ബോർഡിനെ പൊസിഷൻ ചെയ്തത് ഞാൻ രാവിലെ കിടന്നുറങ്ങി എണീക്കുമ്പോൾ കാണുന്ന ഒരു വാളിലാണ്. സോ ദാറ്റ് ഞാൻ എന്നും രാവിലെ എന്നെ കാണുന്നത് എൻ്റെ വിഷൻ ബോർഡ് ആയിരിക്കണം എന്നുകൊണ്ട്. ഇത് സ്റ്റിക്കർ പോലത്തെ അഡ്ഹസീവ് ഹുക്സ് അല്ല. ഇതിൻ്റെ പുറകിൽ വാക്സ് ആയിട്ടുള്ളൊരു കട്ടിയായിട്ടുള്ള ഗം പോലെ ആയിരുന്നു തോന്നുന്നു. ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മെൽറ്റ് ആവും. അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വാളിൽ ഒട്ടിക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിരുന്നു ഇതിൻ്റെ ഹോൾഡ്. എൻ്റെ ആദ്യത്തെ വിഷൻ ബോർഡ് പിക്ചറാണ് അഹിംസ. ഇതാണ് എൻ്റെ ഈ വർഷത്തിന്റെ വേർഡ് ഓഫ് ദ ഇയർ. അഹിംസ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ്. എൻ്റെ അടുത്തൊരു ക്ലോസ് ടു മൈ ഹാർട്ട് വിഷൻ ആണ് 1 മില്യൺ യൂട്യൂബ് കമ്മ്യൂണിറ്റി. എൻ്റെ കമ്മ്യൂണിറ്റി എനിക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിരിക്കണം. അതേപോലെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾസ് ഉള്ള ആൾക്കാരായിരിക്കണം. ബീഡ് എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, എന്റർപ്രനർഷിപ്പ് ആയിക്കോട്ടെ, സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഐ വോണ്ട് എൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ആസ്പിറേഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എനിക്ക് വേണം എന്നൊരു ആഗ്രഹമാണ് ഈ ഒരു 2021 ഇന്ത്യയിലെ ഏറ്റവും അധികം വെൽതി ആയിട്ടുള്ളൊരു ഫീമെയിലാണ് സുധാമൂർത്തി. പക്ഷെ സുധാമൂർത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വ്യക്തി എന്നൊരു പേഴ്സണൽ ഫീലിംഗ്, പേഴ്സണൽ വൈബാണ് കിട്ടുന്നത്. സുധാമൂർത്തി എന്ന വ്യക്തിനെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. സുധാമൂർത്തി ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയർ ആണ്. സുധാമൂർത്തി ആദ്യമായിട്ട് ടെൽക്കോ എന്ന് പറയുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫീമെയിൽസ് ഡു നോട്ട് അപ്ലൈ എന്ന് പറയുന്നത്. സുധാമൂർത്തി ആ ഒരു ഫോമിൽ എഴുതിയ കാര്യം വായിച്ച്
വായിച്ചപ്പോൾ അവർക്കത് അഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവർ പോയിട്ട് JRD ടാറ്റയ്ക്ക് ലെറ്റർ അയച്ചു. ആ ലെറ്ററിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഫീമെയിൽ എംപവർമെന്റിനെ പറ്റിയിട്ട്. ആ ഒരു ലെറ്റർ കിട്ടിയ JRD ടാറ്റ പേഴ്സണലി അവർക്ക് ഇന്റർവ്യൂ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. അവരുടെ റാങ്കിങ്, ക്ലാസ് റാങ്കും ഇന്റലിജൻസും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സുധാമൂർത്തിനെ ടെൽകോ എന്ന കമ്പനിയിൽ അക്സെപ്റ്റ് ചെയ്തത് ആസ് എൻ എംപ്ലോയി. അവിടെ തുടങ്ങിയ ഒരു ജേർണിയാണ്. അത് കഴിഞ്ഞിട്ട് നാരായൺ മൂർത്തിനെ കല്യാണം കഴിച്ചു. നാരായൺ മൂർത്തി സുധാമൂർത്തിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നത്. സുധാമൂർത്തി നാരായൺ മൂർത്തിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, 10,000 rupees ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടി തരാം, 3 വർഷത്തിൻ്റെയും സമയം ഞാൻ തരാം. ഇത് ഈ ഒരു സമയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനി ഒരു ലെവലിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീണ്ടും ജോലി ചെയ്യേണ്ടി വരും എന്നൊരു പ്രോമിസിലൂടെയാണ് നാരായൺ മൂർത്തി ഇൻഫോസിസ് എന്ന് പറയുന്ന കറന്റ് കമ്പനി സെറ്റപ്പ് ചെയ്തത്. സോ സുധാമൂർത്തി ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ കൂടിയാണ്. സോ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് സുധാമൂർത്തി. പക്ഷെ സുധാമൂർത്തിനെ കണ്ടു കഴിഞ്ഞാൽ മിനിമലിസത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യയിലുള്ളത് എനിക്ക് പറയാനുള്ളത് സുധാമൂർത്തിയാണ്. വാർലി പെയിന്റിംഗ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. ഞാൻ മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് വളർന്നിട്ടുള്ളത്, താനെ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ. താനെ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ വാർലി പെയിന്റിങ്ങിന്റെ ഇനീസിയേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഈ വാർലി പെയിന്റിങ്ങിനെ പോലെ തന്നെയാണ് എൻ്റെ ഈ 2021 വിഷൻ. ഫീമെയിൽസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് അവർക്ക് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവണം എന്നൊരു വിഷനാണ് 2021 അവിടുത്തെ ഒരു സ്ട്രോങ് ഫീമെയിൽ പേഴ്സണാലിറ്റി എൻ്റെ വിഷൻ ബോർഡിലുള്ളത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ് ഒരു ജേർണലിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ബുക്കർ പ്രൈസ് വിന്നർ, റൈറ്റർ ആണ് അരുന്ധതി റോയ്. അരുന്ധതി റോയിന്റെ ഒരു കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. സാധാരണയായിട്ടുള്ളൊരു വ്യക്തിയായിട്ടുള്ള അരുന്ധതി റോയ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വോയിസ്ലെസ് അല്ല. എന്ത് ഇൻജസ്റ്റിസും നമ്മൾ ആസ് എ നോർമൽ പീപ്പിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള 100% അധികാരം നമുക്കുണ്ട്. നമ്മൾ ഒരു ഇൻജസ്റ്റിസ് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്ന ആൾക്കാരും ഹിംസ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു വർഷം അഹിംസ ചെയ്യാൻ ആയിട്ടുള്ളൊരു തീമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു വർഷം അഹിംസ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സറൗണ്ടിങ്ങിൽ കാണുന്ന ഹിംസ അല്ലെങ്കിൽ ഇൻജസ്റ്റിസിനെ ഞാൻ കണ്ണടക്കില്ല എന്നൊരു വിഷനാണ് ഞാൻ ഈ ഒരു 2021 വെച്ചിട്ടുള്ളത്. ഞാൻ അധികം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി തൊട്ടിട്ട് ഞാൻ ഷെയർ ചെയ്യും എന്നൊരു വിഷനാണ് ഈ ഒരു 2021 വെച്ചിട്ടുള്ളത്. കാരണം ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം നോർമൽ പീപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പെല്ലാം സംഭവിക്കുന്നത്. ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വളരെയധികം ഗ്രേവ് ആയിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ ആസ് എ കൺട്രിയിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ പെട്രിയോട്ടിസത്തിനേക്കാളും കൂടുതൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വർഷം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ സോഡിയാക് സൈൻ ലിയോ ആണ്. ഞാൻ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളൊരു ലിയോ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ലിയോസിന്റെ ടിപ്പിക്കൽ ക്യാരക്ടർ ആണ് ക്രിയേറ്റിവിറ്റി, ഗോ ഗെറ്റർ ആൻഡ് ഫിയേഴ്സ്. ലിയോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലയൺസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെന്റെ വിഷൻ ബോർഡിൽ വെച്ചത് ദാറ്റ് ഐ ആം എ ഗോ ഗെറ്റർ, ഐ ആം ഫിയേഴ്സ് പേഴ്സൺ, ഐ ആം എ ക്രിയേറ്റീവ് പേഴ്സൺ എന്ന അഫർമേഷൻ എപ്പോഴും റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സോഡിയാക് സൈൻ വെച്ചത്. എല്ലാവരുടെയും സോഡിയാക് സൈനിൽ അവരുടേതായ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് കുറച്ചും കൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് അഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ സോഡിയാക് സൈൻ വിഷൻ ബോർഡിൽ ഇടാൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അനോക്കി നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്, ഒരു ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് ആണ്. അതിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു പ്ലാനർ. ഇനിയും കുറെ പ്രൊഡക്ട്സ് അതിലേക്ക് കൊണ്ടുവരണം എന്നൊരു വിഷൻ ഈ 2021 ഉണ്ട്. 2021 ഈ വിഷൻസ് ആണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. ഈ വിഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വിഷൻ ബോർഡിൽ നിന്നിട്ട് കുറെ അധികം ഐഡിയാസ് ആൻഡ് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം പ്രൈസിനേക്കാളും കൂടുതലായിട്ട് പ്രൈസ്ലെസ് ആണ് നമ്മുടെ വിഷൻ. അതുകൊണ്ട് ആ വിഷനിനെ ക്യാപ്ചർ ചെയ്ത് വെക്കാനായിട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് വിഷൻ ബോർഡ്. ഈ ഒരു വിഷൻ ബോർഡ് ഞാൻ രാവിലെ എണീക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് എവറി ഡേ ഞാൻ എണീക്കുമ്പോൾ ഐ ആം ഫോക്കസ്ഡ്. ഞാൻ എൻ്റെ ഫോക്കസ് എൻ്റെ വിഷനിന് മാത്രം കൊടുത്തിട്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു 2021
2021 സോ ഡെഫിനറ്റ്ലി നിങ്ങളും നിങ്ങളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. @ashwati.vishal എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അവിടെ എന്നെ ഫോളോ ചെയ്യുക for daily updates. Thank you so much for watching my video and I hope your dreams come true.